glorious moments. ക്രിസ്മസിന്റെ അഥവാ എൽദോ പെരുന്നാളിന്റെ സീസണാണ്. ജനന പെരുന്നാൾ, നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിന് എൽദോ പെരുന്നാൾ എന്നാണ് സുറിയാനി പാരമ്പര്യത്തിൽ ഈ പെരുന്നാളിനെ വിളിക്കുന്നത്. എൽദോയുടെ കാലഘട്ടം, നമ്മുടെ കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് 4 സുവിശേഷങ്ങൾ, മത്തായി ശ്ലീഹായുടെ സുവിശേഷവും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷവും നമ്മുടെ കർത്താവിന്റെ ജനനത്തെ വളരെ മനോഹരമായിട്ട് വിവരിച്ചിരിക്കുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെ ജനന സംഭവങ്ങൾ, നേറ്റിവിറ്റി സംഭവങ്ങളൊന്നും പരാമർശിക്കുന്നില്ല. എന്നാൽ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ വളരെ ഫിലോസഫിക്കലായിട്ട്, വളരെ മനോഹരമായിട്ട്, ദാർശനിക തലത്തിലാണ് ക്രിസ്തുവിന്റെ ജനനത്തെ വരച്ചു കാണിക്കുന്നത്. ബെത്ലഹേമിലെ കല്ലടാവിൽ യേശു ജനിച്ചതോ, പുൽക്കൂട്ടിൽ കിടത്തിയതോ, ദൂതന്മാര് പാട്ടുപാടിയതോ, ഇടയന്മാര് വന്നു വണങ്ങിയതോ, വിദ്വാന്മാർ കാഴ്ച കൊണ്ടുവന്നതോ ഒന്നും യോഹന്നാൻ ശ്ലീഹ പരാമർശിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ക്രിസ്തുമസ് നരേഷൻസ് ഒക്കെ നമുക്ക് വളരെ പരിചിതമാണ്. കാരണം ചെറുപ്പം മുതൽ കണ്ടു ശീലിക്കുന്ന ബിംബങ്ങളിൽ പുൽക്കൂടും ക്രിസ്മസ് വിളക്കും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും ഉള്ളിൽ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ മഞ്ഞു പൊഴിയുന്ന ഒരു രാത്രിയും കുറച്ച് ഇടയന്മാരും കുറച്ച് ആടും കന്നുകാലിയും പുൽത്തൊഴുത്തും ഏകാന്ത താരം മിന്നി വിളങ്ങുകയും അകലെ നിന്ന് വിദ്വാന്മാർ വരികയും ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളും പ്രതീകങ്ങളും നമുക്ക് വളരെ സുപരിചിതങ്ങളാണ്, ക്ലീശയാണ്. എന്നാൽ യോഹന്നാൻ ശ്ലീഹ പറയാണ്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. That was the true light which lights every man that comes into the world. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം ഡിസംബർ 25 ആണ് എന്നുള്ളത് വളരെ പൂർവികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. ഡിസംബർ 25 യേശു ജനിച്ചു എന്നുള്ളത് ദാർശനികമായും വളരെയധികം സാധുതയുള്ള ഒരു കാര്യമാണ്. കാരണം ലോകത്തിന്റെ വെളിച്ചമായവൻ വന്നു പിറക്കുന്നത് കൂരിരുളിന്റെ നടുവിലാണ്, കൂരിരുളിലേക്കാണ്. ഇരുളിൽ പ്രകാശം. നമുക്കറിയാം, ഡിസംബർ മാസത്തില് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്ററാണ്, മഞ്ഞുകാലമാണ്. വിന്റർ സോൾസ്റ്റൈസ് ആണ് ഡിസംബർ 25. ഇപ്പൊ വർഷങ്ങളുടെ നീക്കത്തിൽ ഈ വർഷം 21-നാണ്. അതായത് ക്രിസ്തുമസ് ഡിസംബർ മാസം 20 കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ രാത്രി ഉണ്ടാകുന്നത്. നമ്മുടെ കലണ്ടറിൽ 4 ദിവസത്തിന് പ്രത്യേകതയുണ്ട്. അത് 2 സോൾസ്റ്റൈസും 2 ഇക്വിനോക്സുമാണ് ഒരു വർഷമുള്ളത്. അതായത് 2 വിഷു ദിവസങ്ങൾ. മലയാളത്തിൽ നമ്മൾ വിഷു എന്നാ പറയുന്നത്. വിഷു എന്ന് പറഞ്ഞാൽ പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം സമമായിട്ട് വരുന്ന ദിവസമാണ്, സമദിവസമാണ്. അതിനെയാണ് നമ്മൾ വിഷു എന്ന് പറയും. നമ്മൾ മേടമാസത്തിൽ വിഷു ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് ഭൂമിയുടെ ജന്മദിനം എന്നൊക്കെ വിശേഷിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അന്ന് സൂര്യന്റെ വെളിച്ചം ഈക്വലായിട്ട് വീഴും. അതുകൊണ്ട് പകലിന്റെ ദൈർഘ്യവും രാത്രിയുടെ ദൈർഘ്യവും കൃത്യം 12 മണിക്കൂറാണ്. അതിനെയാണ് വിഷു അല്ലെങ്കിൽ സമദിവസമാണ്. അങ്ങനെ 2 വിഷുക്കളാണ് ഒരു വർഷമുള്ളത്. അതുപോലെ സോൾസ്റ്റൈസ് ഉണ്ട്, സമ്മർ സോൾസ്റ്റൈസും ഉണ്ട്, വിന്റർ സോൾസ്റ്റൈസും. സമ്മർ സോൾസ്റ്റൈസ് വരുമ്പോൾ പകലിന്റെ നീളം കൂടുതലായിരിക്കും, ഏറ്റവും വലിയ പകൽ ദൈർഘ്യം ഏറ്റവും കൂടുതൽ വരും. വിന്റർ സോൾസ്റ്റൈസ് വരുമ്പോൾ രാത്രിയുടെ ദൈർഘ്യം ഏറ്റവും കൂടുതൽ വരും. രാത്രിയുടെ ദൈർഘ്യം ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഡിസംബർ 25-നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇരുട്ടിലേക്കാണ് ഈ വെളിച്ചം അവതരിക്കുന്നത്. അതാണ് ക്രിസ്തുമസ് ഡിസംബർ 25 എന്നുള്ള തീയതിയുടെ ദാർശനിക സാധൂകരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ദാർശനികമായിട്ട് അങ്ങനെയാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ഏറ്റവും ഇരുട്ടുള്ളപ്പോ യൂറോപ്പിലൊക്കെ വളരെ നിരാശ. ഇപ്പോ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഇവിടെ തണുപ്പ് വന്നു. നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ നല്ല വെട്ടവും വെളിച്ചമുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എങ്കിൽ പോലും ഇവിടെ അല്പം ഇരുണ്ട് കഴിയുമ്പോൾ നമ്മൾ മ്ലാനവതന്നരാകും. ആളുകളിലേക്ക് ആ വെളിച്ചം കൊണ്ടുവരുന്ന ഉത്സാഹം, പ്രത്യേകിച്ച് അമേരിക്ക ചില സംസ്ഥാനങ്ങളുണ്ട് പൊതുവെ മേഘാവൃതമായ അല്ലെങ്കിൽ സൂര്യവെളിച്ചം കുറവുള്ള സ്റ്റേറ്റുകളിലെ ആളുകളിൽ കൂടുതൽ ഡിപ്രസ്ഡാണ്. അവിടെ ജനസംഖ്യയിൽ 60% ഡിപ്രഷന് വരുന്നിരിക്കുന്നവരാണ്. അപ്പൊ ഈ വെളിച്ചം നമുക്ക് കൊണ്ടുവരുന്ന ഉന്മേഷം മലയാളികൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാകുന്നത്. കാരണം കേരളത്തിൽ വർഷം മുഴുവൻ സൂര്യപ്രകാശം ഒക്കെ ഉണ്ട്. വല്ല മഴക്കാലത്തും കുറച്ച് ദിവസങ്ങൾ ഇച്ചിരി സൂര്യപ്രകാശത്തിന്റെ കുറവ് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഈ വെളിച്ചമില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പൊ അതുപോലെയാണ് ഈ വിന്ററിൽ മൊത്തം എല്ലാം ഇരുളടഞ്ഞും ചെറിയ ഹുങ്കാര ശബ്ദത്തോടെ കാറ്റ് മൂളിക്കൊണ്ടിരിക്കും, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് ഈ ആധുനിക സൗകര്യങ്ങൾ, ഈ ഗ്യാസും ഇലക്ട്രിസിറ്റിയും ഒക്കെ ഉള്ളപ്പോൾ പോലും നമുക്ക് വിന്ററിൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ മനുഷ്യർ തികച്ചും അന്ധകാരാവൃതമായ ഭൂമിയിൽ നിരാശാഭരിതരായിട്ടിരിക്കുന്ന ആളുകളാണ് കാലഘട്ടമാണ്. ആ കാലഘട്ടം ഫെസ്റ്റിവൽ സീസൺ അല്ല. ഫെസ്റ്റിവൽ സീസൺ എല്ലാം സ്പ്രിംഗ് ആൻഡ് സമ്മർ ആണ്. അതായത് വസന്തത്തിലും ഗ്രീഷ്മത്തിലുമാണ് ഉത്സവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോഴാണ് ഉത്സവങ്ങൾക്ക് പറ്റിയ അനുകൂലമായ സാഹചര്യം. എന്നാൽ ക്രിസ്ത്യാനികളുടെ ഉത്സവം മാത്രം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഫെസ്റ്റിവൽ മാത്രം വിന്ററിന്റെ നടുക്ക ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ, ഏറ്റവും തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ, ഏറ്റവും ഒരു ആഘോഷത്തിന് ഒരു കാരണവശാലും അനുകൂലമല്ലാത്ത ഒരു കാലം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഓണം എപ്പോഴാണ്? ചിങ്ങമാസത്തിലാണ്. അതായത് കർക്കിടകം, മഴക്കാലം ഒക്കെ കഴിഞ്ഞ് ചിങ്ങമാസം വരുമ്പോഴേക്കുമാണ് ഓണം വരും. അപ്പൊ കർക്കിടകത്തിനെ വിളിക്കുന്ന കള്ളക്കർക്കിടകമെന്ന്. കള്ളക്കർക്കിടകത്തിലൊന്നും ആരും ഒരു ആഘോഷം വെക്കാറില്ല, പള്ളിപ്പെരുന്നാൾ ആരും വെക്കാറില്ല.
അമ്പലത്തിൽ ഉത്സവം വെക്കാറില്ല. അപ്പൊ പിന്നെ ദേവനും ദേവിക്ക് പനി വരുമോ എന്ന് ചോദിക്കും. അതുകൊണ്ടല്ല, സത്യത്തിൽ ആ കാലഘട്ടത്തിൽ ആരും ഉത്സവം വെക്കത്തില്ല. അപ്പോ അനുകൂലമായ ഒരു കാലാവസ്ഥ എന്ന് തോന്നുന്ന സീസണിലാണ് ഫെസ്റ്റിവൽസ് വെക്കുന്നത്. പക്ഷെ ക്രിസ്ത്യാനികളുടെ ഉത്സവം അതൊട്ടും അനുകൂലമല്ലാത്ത, എന്ന് പറഞ്ഞാൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒട്ടും, അത് നമ്മൾ ഈ കേരളത്തിലുള്ള ആളുകൾ ചിന്തിച്ചാൽ മനസ്സിലാകില്ല. ഈ വിന്റർ 4 സീസൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ വിന്ററൊക്കെ വളരെ രൂക്ഷമായിട്ട് ബാധിക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനിറ്റി അതിന്റെ കളിത്തൊട്ടിലൊക്കെ അത്തരത്തിലുള്ള സ്ഥലങ്ങളായി. അപ്പൊ അവിടെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും ഇരുട്ടും ഏറ്റവും പ്രതികൂലവും, ആളുകളെ ഒട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത കാലഘട്ടത്തിൽ, ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന കാലഘട്ടത്തിൽ, ആ ഒരു സീസണിലാണ് ഈ ഫീസ്റ്റ്, ഈ എൽദോ പെരുന്നാൾ വരുന്നത്. പറഞ്ഞാൽ അത്രമാത്രം ഇരുട്ടിലേക്കാണ് ഈ വെളിച്ചം വന്നത്. യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറയുന്നത്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അതെന്നാണ് വരാൻ തുടങ്ങിയത്? എന്നാണ് ഉണ്ടായിരുന്നത്? അവൻ ലോകത്തിലുണ്ടായിരുന്നു. അപ്പൊ ഈ വെളിച്ചത്തെ വിളിക്കുകയാണ്, പേഴ്സൺ ആയിട്ടാണ്. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. സോ ദിസ് ലൈറ്റ്, അപ്പൊ ഈ ലൈറ്റിനെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയാണ്, ദിസ് ലൈറ്റ് വാസ് ഇൻ ദ വേൾഡ്, ദ ലൈറ്റ് വാസ് ഇൻ ദ വേൾഡ് ആൻഡ് ദ വേൾഡ് വാസ് മെയ്ഡ് ബൈ ഹിം ആൻഡ് ദ വേൾഡ് ന്യൂ ഹിം നോട്ട്. അപ്പൊ ഇവിടെ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം തുടങ്ങുമ്പോൾ പറയുന്നു, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് താഴോട്ട് വരുമ്പോ ലൈറ്റ് എന്ന് പറയുകയാണ്. നമുക്ക് ഇവിടെ 10-ാം വാക്യത്തിൽ വരുമ്പോ അത് ലൈറ്റാണ്, പിന്നെ വരുമ്പോഴേക്കും അത് ലൈഫാണ്. അപ്പൊ ഇതെല്ലാം ഒറ്റ ആളെ പറ്റിയാണ് ഈ പറയുന്നത്. അതെന്താണ്? ലോഗോസ് എന്നാ പറയുന്നത്. ലോഗോസ് എന്ന് പറഞ്ഞാൽ ലോജിക് ഓഫ് ഗോഡ് ആണ്. ലോജിക് ഓഫ് ഗോഡ് അല്ലെങ്കിൽ റീസൺ ഓഫ് ഗോഡ്. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടിയല്ല. എന്തെങ്കിലും ഒരു ദൈവത്തിന്റെ ഒരു ആവശ്യം വന്നിട്ട് ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ, ആ ദൈവത്തിന്റെ അനുഗ്രഹത്തെ സൃഷ്ടിയുമായി സംവേദിക്കുവാൻ ഉള്ള ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ ബഹിസ്ഫുരണമായിട്ടാണ് നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടിയെ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ലോജിക് ഓഫ് ഗോഡിനെ പറ്റിയാണ്. ലോജിക് ഓഫ് ഗോഡ്, ഇൻ ദ ബിഗിനിങ് വാസ് ദ ലോജിക് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ലോജിക് അതെവിടെയാണ്? ഫ്രം ദ വെരി ബിഗിനിങ്. ആൻഡ് ദാറ്റ് ലോജിക് ഓഫ് ഗോഡ് ടുക്ക് ഫ്ലഷ്. എന്താണ് ഈ ലോജിക് ഓഫ് ഗോഡ്? അപ്പൊ അവിടെ അതിനെ പറഞ്ഞ ലൈറ്റ് എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്. ലൈറ്റ് എന്നിട്ട് പറയാണ്, അവൻ ലോകത്തിലുണ്ടായിരുന്നു. ആരാണ് ലോകത്തിലുണ്ടായിരുന്നത്? അവൻ ലോകത്തിലുണ്ടായിരുന്നു. അപ്പൊ ചിന്തിക്കുകയാണ്, കന്യകാമറിയത്തിന്റെ മകനായി ബെത്ലഹേമിൽ ജനിച്ച യേശു എവിടെ ഉണ്ടായിരുന്നു? ലോകത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങളാണ് ആളുകളുടെ തെറ്റിദ്ധാരണയ്ക്ക് നിദാനമാകുന്നത്. ഇത്തരത്തിലുള്ള വാക്യങ്ങൾ വായിച്ചിട്ടാണ് പെന്തക്കോസ്ത് സുഹൃത്തുക്കൾ, അതുപോലെ കരിസ്മാറ്റിക്കാര്, അങ്ങനെയൊക്കെയുള്ള ആളുകള് യേശുവിനെ പറ്റിയുള്ള വളരെ വികലമായ ധാരണകൾ, അതായത് യേശു എന്ന് പറഞ്ഞാൽ ഒരു റിയൽ അല്ലായിരുന്നു, മായക്കാഴ്ചയായിരുന്നു. യേശു ആ കാലഘട്ടങ്ങളിൽ ബെത്ലഹേമിലും നസറേത്തിലും ജെറുസലേമിലും ജുദയായിലും ശമരിയായിലും ഗലീലയുടെ ഇതര പ്രദേശങ്ങളിലും ഒക്കെ കാണപ്പെട്ടു. അവൻ ആദ്യം മുതലേ ഈ ലോകത്തിലുള്ളവനാണ്. അവൻ അവിടെയായി കാണപ്പെട്ടു. മായക്കണ്ണൻ എന്ന് പറഞ്ഞാൽ മായേശു, പെന്തക്കോസ്തുകാരുടെ യേശു ആണ് മായേശു എന്ന് പറഞ്ഞാൽ മായയായ യേശു. അപ്പൊ മായേശു ആയിരുന്നു ഇവിടെ, അങ്ങനെ അവിടെ കണ്ടായിരുന്നു, ഇവിടെ. അപ്പൊ അതല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീസസ് വാസ് സോ റിയൽ. ഇൻകാർണേഷൻ ആണ് ഹ്യൂമൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ദ സെക്കൻഡ് ഇന്റർവെൻഷൻ ഓഫ് ഗോഡ് ആണ് ഇൻകാർണേഷൻ. സെക്കൻഡ് ഇന്റർവെൻഷൻ ഓഫ് ഗോഡ്, സൃഷ്ടിയിലേക്കുള്ള ദൈവത്തിന്റെ ഫസ്റ്റ് ഇന്റർവെൻഷൻ ക്രിയേഷൻ ഓഫ് ആദമാണ്. ആദത്തെ സൃഷ്ടിക്കുക, അതാണ് ഫസ്റ്റ് ഇന്റർവെൻഷൻ. ദൈവത്തിന്റെ ഇമേജിനെ ഈ സൃഷ്ടിയിലേക്ക് ദൈവം എന്ത് ചെയ്തു? പ്രദർശിപ്പിക്കുന്നു. Now it is the second intervention of God. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ബെത്ലഹേമിൽ ജനിച്ച കന്യകാമറിയത്തിന്റെ മകനായി ജനിച്ച യേശു, ആ യേശു തികച്ചും ഒരു മനുഷ്യനായി പിറന്നു. മനുഷ്യ സഹജമായ എല്ലാ സ്വഭാവ സവിശേഷതകളോടും കൂടെ, എല്ലാ ജൈവിക ഘടനകളോടും കൂടെ. അപ്പോൾ ജീവശാസ്ത്രപരമായ മാനുഷികമായ എല്ലാ പ്രത്യേകതകളും വിശേഷതകളും ഉള്ള ഒരു ശിശുവായി തന്നെയാണ് യേശു ജനിച്ചത്. തികച്ചും മനുഷ്യനായി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അപ്പൊ ഈ യേശു എല്ലാ കാലഘട്ടത്തിലും ലോകത്തിലുണ്ടാവുക എന്നത് അപ്രായോഗികമാണ്, അസാധ്യമാണ്. അങ്ങനെ ചിന്തിക്കുന്നത് അനുചിതമാണ്, തെറ്റാണ്. പിന്നെ ഇതെങ്ങനെ നോക്കുന്നത്? ഇതാണ് പറയുന്നത് ലോജിക് ഓഫ് ഗോഡ്, ദ ലൈറ്റ്, ദാറ്റ് ഇസ് ദ ലൈറ്റ്. അപ്പോൾ ദൈവിക ലോജിക്കിനെതിരായിട്ടുള്ളതിന്റെ പേരെന്താണ്? ദാറ്റ് ഇസ് ഡാർക്ക്നെസ്. അപ്പൊ ദൈവത്തിന്റെ ലോജിക്കിന് എതിരായിട്ട് വരുന്നത് ഡാർക്ക്നെസ് ആണ്. ദൈവത്തിന്റെ ലോജിക്കിന് ചേർന്ന് പോകുന്നത് ലൈറ്റ് ആണ്. ആ ലോജിക്ക് എവിടെ ഉണ്ടായിരുന്നു? അവൻ ലോകത്തിലുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ലോകത്തിലുണ്ടായിരുന്നു. ഓ അത് ശരി. എന്നിട്ട് അപ്പൊ പറയാണ്, ലോകം തന്നെ അവൻ മുഖാന്തരമാണ് ഉണ്ടായത്. ലോകം അവൻ മുഖാന്തരം ഉണ്ടായി. അപ്പൊ ഉണ്ടായതിൽ സകലത്തിലും അവന്റെ മുദ്രയുണ്ട്.
മനസ്സിലായോ? ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് പുറത്തു പോകുമ്പോൾ ആ ഫാക്ടറിയുടെ അല്ല കമ്പനിയുടെ ലോഗോ അതിന്മേൽ പതിക്കപ്പെടുന്നത് പോലെ ഇവൻ മുഖാന്തരമാണ് ലോകമുണ്ടായത്. ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകം അവനെ അറിഞ്ഞില്ല. അവൻ മുഖാന്തരമാണ് ലോകമുണ്ടായത്. ഇവൻ ലോകം അവനെ അറിഞ്ഞില്ല. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. All things were made by him, and without him was not anything made that was made. All things were made by him, and without him was not anything made that was made. ഇത് നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഇത് എത്രത്തോളം ഒരു മതമനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റും? ഒരു മതമനസ്സിന് സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നിലും അവന്റെ മുദ്ര ഇല്ലാതെ ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഒരു വിഷസർപ്പം ഉളവായിരിക്കുന്നത് ആരുടെ മുദ്രയോട് കൂടിയാണ്? ലോഗോസിന്റെ ഇംപ്രഷനോട് കൂടിയാണ്. ലോഗോസ്, ഒരു അഗ്നിപർവ്വതം, ഒരു കൊടുങ്കാറ്റ്, ഒരു വ്യാക്രം, ഒരു സിംഹം, ഒരു പുള്ളിപ്പുലി. അല്ലെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന എന്തോ, നിങ്ങൾ വെറുക്കുന്ന എന്തോ, നിങ്ങളെ നശിപ്പിക്കുന്ന എന്തോ, നിങ്ങൾ അർപ്പോടെ നോക്കുന്ന എന്തോ, സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അപ്പൊ നിങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളാണ്. ചിലർ പറയും ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ്, മറ്റു ചിലർ പറയും ഞങ്ങൾ ധ്യാനം കൂടിയവരാണ്, ഞങ്ങൾ വീണ്ടും ജനിച്ചവരാണെന്ന് പെന്തക്കോസ്തുകാരും, ഞങ്ങൾ നവീകരിക്കപ്പെട്ടവരാണെന്ന് കരിസ്മാറ്റിക്കാരും ഒക്കെ 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 പറയുന്നുണ്ട്. എന്ത് വായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ ബൈബിൾ വാക്യം വിശ്വസിക്കുന്നുണ്ടോ? യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്ന ഈ കാര്യം വിശ്വസിക്കാൻ പറ്റുമോ? യോഹന്നാൻ ശ്ലീഹ പറയാണ് സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. All things were made by him, and without him was not anything made that was made. Nothing from an accident. Nothing was created accidentally. അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വന്നതല്ല. പൗലോസ്ലീഹയുടെ ഒരു വേർഷൻ ഉണ്ട്. തന്റെ പ്രസംഗത്തെ പറ്റിയാണ് പൗലോസ്ലീഹ പറയുന്നത്. ഞങ്ങളുടെ സന്ദേശം അബദ്ധത്തിൽ നിന്നുമല്ല, അശുദ്ധിയിൽ നിന്നുമല്ല. Nothing was created accidentally. All things were made by him. എന്നതല്ലേ? നമുക്ക് ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. All things were made by him. ഈ ഒറ്റ വാക്യം മതി, എല്ലാ പ്രശ്നവും തീർന്നു, സമാധാനം വന്നു കഴിഞ്ഞു. ഹൃദയത്തിലെ യുദ്ധങ്ങളും സംശയങ്ങളും ഭിന്നതകളും തർക്കങ്ങളും എല്ലാം അവസാനിക്കും. ഇപ്പൊ ക്രിസ്ത്യാനികൾ ഇതൊന്നും വിശ്വസിച്ചാൽ മതി. All things were made by him. ആമേൻ എന്ന് പറയാമോ? ആമേൻ എന്ന് പറഞ്ഞാൽ തീർന്നു, തർക്കം തീർന്നു, പിന്നെ പോയി കിടന്നുറങ്ങുക, സമാധാനം. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല. നമുക്ക് ഡ്യുവലിസമാണ്. ഇത് ഡ്യുവലിസത്തിന്റെ നടുവൊടിക്കുന്ന കൂടമാണ് ഈ വാക്യം. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഞാൻ പറഞ്ഞ ഇതാണ് ഡ്യുവലിസത്തെ തകർക്കാണ്. എന്താണ് ഡ്യുവലിസം? ഡ്യുവലിസം എന്ന് പറഞ്ഞാല് രണ്ട് നിർമ്മാതാക്കളുണ്ട്, രണ്ടുപേര് ഉണ്ട്. ഒരു ദൈവവുമുണ്ട്, ഒരു ചെകുത്താനുമുണ്ട്. ദൈവമുണ്ടെങ്കിൽ ചെകുത്താനുമുണ്ട്. ദൈവവും ചെകുത്താനും തമ്മിലുള്ള നിരന്തര സംഘർഷത്തിലാണ് പ്രപഞ്ചം നിൽക്കുന്നത്. ദൈവം ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആ ദൈവത്തെ ആ സിംഹാസനത്തിൽ നിന്ന് വലിച്ചു താഴെ ഇടാൻ വേണ്ടി ഈ ചെകുത്താൻ ശ്രമിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ചെകുത്താൻ ജയിച്ചോ എന്ന് നമ്മൾ തോന്നിപ്പോ. അതുപോലെയാണ് കാര്യങ്ങൾ കൈവിട്ടു. ഞങ്ങളൊക്കെ പണ്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കാന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഈ സർക്കാർ പള്ളിക്കൂടത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ഈ മരം കൊണ്ടുള്ള ഒരു ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത് അറിയത്തില്ല. ഇന്നത്തെ കുട്ടികളൊക്കെ പേഴ്സണൽ ഡെസ്ക്, പേഴ്സണൽ ഷെൽഫ്, പേഴ്സണൽ സേഫ്, പേഴ്സണൽ ചെയർ ഒക്കെ ആയിട്ടാണ്, പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെ കുട്ടികളൊക്കെ ഇരിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. കാരണം കുട്ടികളൊക്കെ ഓരോ ചെറിയ മേശയില് അവർ തന്നെ ഒരു പേഴ്സണൽ കസേര, അവരുടെ സൈഡിൽ അവരുടെ ബാഗ് വെക്കാനും അവരുടെ ടേബിൾ, അവരുടെ സ്വന്തം കമ്പ്യൂട്ടറും ഒക്കെ ആയിട്ട് അവരെല്ലാം ഇരിക്കുക. ക്ലാസ് മുറികളിലൊക്കെ വളരെ വിശാലമായ വലിയ വലിപ്പത്തിലുള്ള ഡിജിറ്റൽ സ്ക്രീനും അങ്ങനെയൊക്കെയുള്ള ക്ലാസ് മുറികളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ മരം കൊണ്ടുള്ള ഒരു നീളമുള്ള ബെഞ്ചാണ്. ബെഞ്ചിൽ ഇരുന്നിട്ട് ഈ സാറ് മിക്കവാറും ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ ബോർഡിൽ ഓരോന്നൊക്കെ എഴുതും. ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഞ്ചിൽ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ ഉന്തി അങ്ങേയറ്റത്തിരിക്കുന്നതിനെ താഴോട്ട് ചാടിക്കാനാണ് ഈ ഉന്തുന്നത്. അപ്പൊ ഇവിടെ ഞങ്ങൾ 5 പേരായിരിക്കും ഒരു ബെഞ്ചായിരിക്കും, ചില വെച്ച് 6 പേരായിരിക്കും. അപ്പൊ നമ്മൾ 5 പേരായിരിക്കുകയാണെങ്കിൽ 4 പേരുടെ ചേർന്നിട്ടാണ് അങ്ങോട്ട് ഉന്തുന്നത്. അപ്പൊ 4 പേരുടെ ശക്തിക്ക് മുമ്പിലൊന്നും അവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവൻ കുറെ നേരമൊക്കെ പിടിച്ചു നിൽക്കും. ഒരു ഘട്ടം എത്തുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഈ ആള് താഴോട്ട് പോകും. അപ്പോഴേക്ക് സാറ് തിരിഞ്ഞു നോക്കും. അപ്പൊ അവനിട്ട് തല്ലി കിട്ടും. ഇവനിട്ട് തല്ലി കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സൈഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ ചില പ്രതിസന്ധികളുണ്ട്. ചില സമയത്ത് ഇങ്ങനെ എടുത്തും താഴെ വീണ് കഴിഞ്ഞാൽ നല്ല സാറുമാരാണ് അവർ ഈ ബെഞ്ചായിരിക്കുന്ന 5 പേർക്കിട്ട് തല്ലും. അപ്പൊ അതൊരു സന്തോഷമാണ്, ഈ തല്ലി കിട്ടുന്ന ഒരു സന്തോഷമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വടംവലി, അതാണ് വടംവലി. ഞാൻ ആ വാക്ക് മറന്നു പോയിരിക്കുക. അപ്പൊ വടംവലിക്കാന്ന് പറയും എന്ന് പറഞ്ഞ പോലെ ദൈവം എന്ന് പറയുന്ന ആള് കരുത്തനൊക്കെയാണ്, പക്ഷേ സാത്താൻ മോശമല്ല. അപ്പൊ ചെകുത്താൻ ഇങ്ങനെ ദൈവവുമായിട്ട് 0.001% ശക്തിക്കുറവേ ഉള്ളൂ. അപ്പൊ ദൈവത്തിന് ഒരു 0.001% മേൽക്കൈയുണ്ട്. നേരിയ ഭൂരിപക്ഷവും നമ്മൾ പറയത്തില്ലേ, എന്ന് പറഞ്ഞാൽ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് ദൈവം കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചെകുത്താൻ പല കുതന്ത്രങ്ങളും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭക്തജനങ്ങൾ വേണം ദൈവത്തെ നിലനിർത്താൻ.
അതിനുവേണ്ടി കർപ്പൂരം കത്തിക്കേണ്ടി വരും. കർപ്പൂരം കത്തിക്കണം. കുന്തിരിക്കം പോയിക്കണം, മെഴുകുതിരി കത്തിക്കണം. പെന്തക്കോസ്തുകാർ ദൈവത്തെ നിലനിർത്താൻ വേണ്ടി ഡ്രം അടിച്ച് പൊട്ടിക്കുക, കൈയടിക്കുക, കാറുക, കൂവുക. മുസ്ലിങ്ങളും 5 നേരം മുമ്പിട്ട് നിസ്കരിക്കുന്നു. പിന്നെ അവരുടേതായ മറ്റ് പല കലാപരിപാടികളും അവർ അവരുടേതായ ഗീതം ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഏതായാലും ഈ ദൈവത്തിന്റെ കസേരയിൽ ദൈവത്തെ ഇരുത്താൻ നല്ലപോലെ ബുദ്ധിമുട്ടാണ്. സ്തുതികളൊന്നും പോരാതെ വരും. കാരണം അതാണ് ഈ പെന്തക്കോസ്തുകാർ പറഞ്ഞ സ്തോത്രം ചെയ്യണം, നമ്മൾ ഒച്ചത്തിൽ സ്തുതിക്കണം, ഒട്ടും കുറയ്ക്കരുത്. കാരണം കുറച്ചു കഴിഞ്ഞാൽ താഴെ പോകും. ഇപ്പൊ ഇവിടെ ഈ ക്രിസ്മസിന്റെ സമയത്തൊക്കെ ഇവിടെ ഇൻഫ്ലേറ്റഡ് ഈ രൂപങ്ങളുണ്ട്. അപ്പൊ ഇതിങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ വലിയ സാന്താക്ലോസ്, സ്നോമാന്, മറ്റേ റെയിൻഡിയർ, റുഡോൾഫ് ദ റെഡ് നോസ് റെയിൻഡിയർ, ഇതങ്ങനെ നമ്മൾ വീർപ്പിച്ചു. ഇതെല്ലാം അമേരിക്കയുടെ വീടുകളുടെ ഒക്കെ മുറ്റത്തിരിക്കുന്നതാണ് പറ്റും. അപ്പൊ ഇത് ചെറിയ പമ്പ് വെച്ചിട്ടുണ്ട്. ഒരിക്കൽ കാറ്റടിച്ച് ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വെക്കുകയല്ല, കണ്ടിന്യൂസ് ആയിട്ട് കാറ്റടിച്ചോണ്ടിരിക്കുക. ഇത് ഇച്ചിരി ചൊങ്ങുന്നു കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ മിഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ആയിട്ട് ഇങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ട്. അപ്പൊ ഒരു 4 കൊല്ലം മുമ്പ് ഞാൻ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ട് ഇപ്പോഴൊന്നും വെക്കുന്നില്ല. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പരിപാടി, നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഇവൻ ഈ ഫുൾ ടൈം ഇങ്ങനെ വീർത്ത് നല്ല എടുക്കാനായിട്ടിരിക്കും. നേരം വെളുത്ത് നമ്മളെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അവൻ ചൊങ്ങി അകത്ത് പമ്മിയിരിക്കും. സന്ധ്യ ആവുമ്പോൾ അങ്ങോട്ട് ഓൺ ചെയ്താൽ മതി, ഇപ്പം വീണ്ടും എടുക്കാനായിട്ട് എഴുന്നേറ്റ്. എന്ന് പറഞ്ഞ പോലെ ഈ മതങ്ങളെല്ലാം കൂടെ ദൈവത്തിന്റെ അടിയിലോട്ട് ഒരു ഓസ് വഴി ഇങ്ങനെ ഇട്ടിട്ട് ഹല്ലേലൂയകളും പിന്നെ സ്തോത്രങ്ങളും അന്യഭാഷകളും ഡ്രമ്മടി ഇങ്ങനെ കുഴലിൽ കൂടെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പുറത്തുനിന്ന് ശരണം വിളിയായി, പിന്നെ കുന്തിരിക്കം, പിന്നെ മെഴുകുതിരി, കർപ്പൂരം, ഇങ്ങനെയൊക്കെ ഉള്ള സംഗതികളും വേറെ പുകയ്ക്കും. അങ്ങനെ ദൈവം കസേരയിൽ ഇങ്ങനെ ഒരു തരത്തിലായിരിക്കുന്നു. പക്ഷെ കണ്ടിന്യൂസ് ത്രെറ്റിലാണ്. ദൈവം എന്നാ ചെയ്യണം? ദൈവം പുള്ളി തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു ദൈവവും ദൈവത്തെ മുന്നിൽ താഴെ ഇടാനുള്ള ഒരു ചെകുത്താനും ഏതെല്ലാം മതത്തിലുണ്ടോ ആ മതമാണ് ഡ്യുവലിസം. ഡ്യുവലിസം. എന്റെ മതത്തിൽ അങ്ങനെയാണോ? നീ ഡ്യുവലിസ്റ്റിക്കാണ്. ഡ്യുവലിസ്റ്റിക് റിലീജിയൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ മലയാളത്തിൽ അതിന് വേണം ദ്വൈത്തം എന്ന്. ദ്വൈത്ത മതമാണ്, ദ്വൈത്ത സിദ്ധാന്തം. ലോകത്തുള്ള മിക്ക മതങ്ങളും ദ്വൈത്ത സിദ്ധാന്തത്തിലാണ്. ഇസ്ലാമൊക്കെ ഒരു ദ്വൈത്ത സിദ്ധാന്തമാണ്. അപ്പൊ മുസ്ലിങ്ങള് ഏറ്റവും വലിയ മേലിൽ നടിക്കുന്ന അവർ ഏകദൈവ വിശ്വാസികളാണ്. തേങ്ങാപ്പിണ്ണാക്കാണ് ഏകദൈവ വിശ്വാസം. പക്ഷെ ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവമേകനാണെന്ന് വിശ്വസിക്കും. ദൈവമേകനാണെന്ന് വിശ്വസിക്കുന്ന അല്ല ഏകദൈവ വിശ്വാസം. ദൈവമേകനാണെങ്കിൽ തണുത്ത് വരച്ചിരിക്കുന്ന ഒരു പുതപ്പം എല്ലാം കൊണ്ടുകൊള്ളു. പുള്ളി ഏകനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് അടുത്താണ് ഒരു ദിനേശ് വീഡിയോ എല്ലാം കൊണ്ടുകൊള്ളു വലിച്ചോണ്ടിരിക്കട്ടെ. ആ ദൈവമേകനാണെന്ന് വിശ്വസിക്കുന്നല്ല ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇവിടെ ഈ നബി എത്ര പെണ്ണ് കെട്ടിയ പെണ്ണിന് എത്ര വയസ്സുണ്ടായിരുന്നു, വയസ്സ് അറിയിക്കുന്നതിന് മുമ്പാണ് കെട്ടിച്ചത്, വയസ്സ് അറിയിച്ചു കഴിഞ്ഞാണ് കെട്ടിയത്, നബി കെട്ടിക്കഴിഞ്ഞാണ് വയസ്സ്, ഇങ്ങനത്തെ ചീപ്പ് ചർച്ചകൾ ആ സെബാസ്റ്റ്യൻ പുന്നക്കലുമായിട്ട് നടത്താതെ ദൈവശാസ്ത്രപരമായിട്ട് ചർച്ചകൾ ചെയ്യും. നിങ്ങൾക്ക് ദൈവശാസ്ത്രം ഉണ്ടെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യൂ. മുസ്ലിങ്ങൾ മുഴുവൻ ഇളകി അത് കണ്ടുകൊണ്ട് വേറെ പല ആളുകളും ഇങ്ങനെ. അപ്പൊ ഇങ്ങനത്തെ ഇസ്ലാമിക കുത്തുകഥകളുടെ പിന്നാലെ പോകാതെ നിങ്ങൾ ഗൗരവമായ കാര്യം പറയാം. മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇസ്ലാം വിശ്വാസിക്ക് ഉത്തരവുണ്ടോ? പലപ്പോഴും ഞാൻ നിങ്ങൾ ചോദിച്ചിട്ട് പല മുസ്ലിങ്ങൾ ഇങ്ങനെ വന്നിട്ട് പയ്യെ ഇങ്ങനെ എന്താണ് നിങ്ങളുടെ വിശ്വാസം? നിങ്ങൾക്ക് സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ അടുത്ത് പോയി പറയാൻ വളരെ മിടുക്കാണ്. കാരണം അവിടെ മുഴുവൻ ഈ വെടിക്കഥയും പടക്കക്കഥയാണ്. അതിന് നല്ല ഹരമാണ്. കാര്യം നിങ്ങളുടെ പ്രവാചകന്റെ ആണെങ്കിലും ഈ അശ്ലീല സാഹിത്യം കേൾക്കാൻ താല്പര്യം. അതുകൊണ്ടാണ് ദൈവത്തെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമില്ല. ദൈവമാരാണ് നിങ്ങൾ പറയൂ. നിങ്ങളുടെ വിശ്വാസം ഏകദൈവ വിശ്വാസം അല്ല. മുസ്ലിങ്ങൾ നിങ്ങൾ ഏകദൈവ വിശ്വാസം എന്താണ്? ഏകദൈവ വിശ്വാസം മുസ്ലിങ്ങൾക്കറിയോ എന്താണ് ഏകദൈവ വിശ്വാസം? നിങ്ങൾക്കറിയോ എന്താണ് ഏകദൈവ വിശ്വാസം? ദൈവം ഏകനാണ്, അതാണോ ഏകദൈവ വിശ്വാസം? ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്ന അല്ലടാ ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം ഏകനാണോ? പൊന്നെ ഇന്നാണ് ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഇങ്ങനെ ദൈവം ഏകനാണ്. അപ്പൊ മുഹമ്മദ് ഈസായും ഒക്കെ കൂടെ വലിയ പുതപ്പെല്ലാം കൊണ്ട് കൊടുക്കുക. ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്ന അല്ല ഏകദൈവ വിശ്വാസം. ദൈവം ഏകനാണ്, അതല്ല ഏകദൈവ വിശ്വാസം. ഇപ്പൊ ഞാൻ പറയാം, ഹിന്ദു വിശ്വാസം അല്ലെങ്കിൽ ഭാരതീയമായ വിശ്വാസ സംഹിതയിൽ ഇപ്പൊ നമുക്കിവിടെ ഈ ഫേക്ക് ഹിന്ദു റിലീജിയനാണ് ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇന്ത്യൻ റിലീജിയൻ ഒന്നും അല്ല, ഇപ്പോഴത്തെ ഒരു വേറൊരു ഫ്യൂഷൻ റിലീജിയനാണ്. ഏതായാലും സംഗതി കൊള്ളാം. ഈ BJP ഇന്ത്യ ഭരിക്കുന്നത് ആ ഒരു ഹിന്ദുസം പ്രചരിപ്പിച്ചുകൊണ്ടാണ്. ഭാരതത്തിന്റെ ദേശീയതയും അഖണ്ഡതയും നിലനിൽക്കാൻ അവര് തന്നെ ഭരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽക്കാലം അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഒരു ഹിന്ദുസ് ഇരിക്കട്ടെ. ഇവിടെ നമ്മൾ കാരണം പൊളിറ്റിക്കൽ അജണ്ട ക്രിസ്ത്യാനികൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരമ്പരാഗത ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ബന്ധക്കോസുകാർക്കുണ്ട്. പക്ഷെ അത് നടപ്പാക്കാനുള്ള പ്രാപ്തിയും ത്രാണിയൊന്നും അവർക്കില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നമ്മൾ ഏകദൈവ വിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഏകദൈവ വിശ്വാസം ഇപ്പൊ ഈ ഹിന്ദു മതത്തിൽ ഇപ്പൊ ഒത്തിരി ദേവീദേവന്മാർ, ഒരുപാട് ദേവീദേവന്മാരുള്ളത് നല്ലതാണ്. ഐക്യമുണ്ടാകാൻ നല്ലത്. ഒത്തിരി ദേവീദേവന്മാരുള്ളതാണ്. സമാധാനം അവിടെയാണ്. ഏകദൈവ വിശ്വാസം എവിടെ വരുന്നു അവിടെ എല്ലാം ഭയങ്കര അടിയിപ്പേളുക. നിങ്ങളെല്ലാം നോക്കും, ഏകദൈവ വിശ്വാസികൾ കൂടുന്നിടത്താണ് ബോംബ് മുഴപ്പെടുന്നത്. അതിന് വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം എന്താ. ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് ഈ ഹിന്ദുക്കളുടെ ദൈവങ്ങൾ ഒത്തിരി. അപ്പൊ എനിക്ക് ഹിന്ദുക്കളുടെ ഈ ദേവീദേവന്മാരൊക്കെ ഇഷ്ടമാണ്. നല്ല ഇതല്ലേ, നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചിട്ടുള്ള കഥയും പാട്ടും കവിത. ആഞ്ജനേയൻ നല്ല ദൈവമാണ്. ഇപ്പൊ ഈ ഹനുമാൻ ഏകനാണ്.
ഹനുമാൻ ഏകനാണോ? അതിന് നിങ്ങൾക്ക് ഉത്തരവില്ലാത്ത ഹനുമാൻ ഏകനാണോ? അല്ലയോ? ഹനുമാൻ ഏകനാണല്ലോ, ഹനുമാനോട് ഇരിപ്പുണ്ട്. അപ്പൊ അതാണോ ഏകദൈവ വിശ്വാസം? ഹനുമാൻ ഏകനാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതല്ല ഏകദൈവ വിശ്വാസം. മനസ്സിലായി? ദൈവം ഏകനാണ് എന്ന് വിശ്വസിക്കുന്നതല്ല ഏകദൈവ വിശ്വാസം, മറിച്ച് ഏകദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് ഏകദൈവ വിശ്വാസം. നിങ്ങൾക്ക് വ്യത്യാസപ്പെടി വരും. ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നതല്ല ഏകദൈവ വിശ്വാസം, പിന്നെയോ ദൈവം ഏകനേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് ഏകദൈവ വിശ്വാസം. അപ്പൊ ദൈവം ഏകനേ ഉള്ളൂ എന്ന് വിശ്വസിക്കുമ്പോ വേറെ ദൈവം, അവിടെയാണ് ഇസ്ലാമിക വിശ്വാസം ഏകദൈവ വിശ്വാസം അല്ല എന്ന് ഞാൻ പറയും. കാരണം ഇസ്ലാമിക വിശ്വാസത്തിൽ ഇബിലീസ് ഉണ്ട്. The other god of Islam. See, Islam has two gods. Surely, their chief god has more power, but Iblis also has certain powers. The supernatural being, there is an opposing supernatural being. അപ്പൊ അങ്ങനെ ഒരു ആള് നിൽക്കുമ്പോ there is an anti-god. So God, അപ്പൊ Islam has a god and an anti-god. അപ്പൊ ഇസ്ലാമിൽ ഒരു ദൈവവും ഉണ്ട്, ഒരു പ്രതിദൈവവും ഉണ്ട്. അപ്പൊ എത്രയായി ദൈവം? അതാണ് ഡുവലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ഡുവലിസ്റ്റിക് റിലീജിയൻ. അപ്പൊ നിങ്ങൾ ഇനി വേണമെങ്കിൽ നമ്മുടെ ഗൂഗിൾ അമ്മായിയുടെ അടുത്ത് പോയി അടിച്ചു വെക്കും, ഈസ് ഇസ്ലാം എ ഡുവലിസ്റ്റിക് റിലീജിയൻ? അപ്പൊ ഗൂഗിൾ അമ്മായി പറയും യെസ്, ഇസ്ലാം ഇസ് എ ഡുവലിസ്റ്റിക് റിലീജിയൻ. എന്താണ് ഡുവലിസ്റ്റിക് റിലീജിയൻ? ഡുവലിസ്റ്റിക് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്, ദൈവമുണ്ട്, പിശാചുണ്ട്. അപ്പൊ ടു ഓപ്പോസിങ് പവേഴ്സ് ആണ്, ടു ഓപ്പോസിങ് ചേരികളാണ് അവർക്ക്. ഒരു ദൈവചേരി, ഒരു സാത്താൻ ചേരി. ദൈവത്തിന്റെ ഒരു ചേരിയും ഇബിലീസിന്റെ ഒരു ചേരിയുമുണ്ട്. ജയിക്കുന്ന ആരാണ്? ഇബിലീസ് ആണ്. ലോകം മുഴുവൻ ഇപ്പൊ ഏത് ഇസ്ലാമിനോട് ചോദിച്ചു, ഏത് മുസ്ലിം വിശ്വാസത്തോട് ചോദിച്ചാൽ പറയും അയ്യോ ലോകം മുഴുവൻ ഇബിലീസ്. അപ്പൊ ആരാ പവർഫുൾ? അത് അള്ളാഹുവാണ്. അള്ളാഹു എങ്ങനെയാ? പക്ഷെ ലോകം മുഴുവൻ ആരുടെ കൂടെയാണ്? ഇബിലീസിന്റെ കൂടെയാണ്. ഇപ്പൊ സൗദി പോലും എന്ത് ചെയ്യാണ്? ആളുകൾ ഇബിലീസിന്റെ വഴിക്ക് നീങ്ങാന്ന് പറയും. മനുഷ്യൻ പുരോഗമിക്കുകയും നന്നായി ജീവിക്കുകയും നന്നായി വസ്ത്രം ധരിക്കുകയും നന്നായി സംസാരിക്കുകയും നന്നായി ഇടപെടുകയും ചെയ്യുമ്പോൾ അതല്ല ഇബിലീസാണ് പറയും. എല്ലാം ലോകമെല്ലാം ചാത്താൻ്റെ വഴി. അപ്പൊ ദൈവത്തിന് എന്നാ പണി? ഇപ്പൊ പെന്തക്കോസ്താരോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമാണോ ചാത്താനാണോ ജയിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ്താർ പറയും ചാത്താനാണ്. കാരണം മുഴുവൻ സാത്താന്റെ പരിപാടികളാണ് ലോകത്ത്. സാത്താന്റെ പരിപാടികളാണ് എല്ലാം സാത്താൻ. പിന്നെ ഇപ്പൊ ന്യൂജൻ പെന്തക്കോസ്താർ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് സാത്താന്റെ പരിപാടി ഇഷ്ടമാണ്. അവരും സാത്താന്റെ പരിപാടി, ലൈറ്റും പുകയും ഡാൻസ് കൂത്തും ചാട്ടും ഒക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത്. മനസ്സിലായി? ഇപ്പം സാത്താനുമായിട്ട് പെന്തക്കോസ്താർക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടു, സാത്താൻ ഇഷ്ടപ്പെട്ടു, അവർ സാത്താന്റെ കൂടെ ഒന്ന് കൂടി. ഇത്രയും നാള് സാത്താൻ എന്ന് പറഞ്ഞതിനൊക്കെ അവർ ഉൾക്കൊള്ളാൻ തുടങ്ങി. ഞാൻ ഈ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഈ രണ്ടെണ്ണം, രണ്ട് ദൈവമുണ്ട്. ഏത് പിന്നെ മുസ്ലിം സുഹൃത്തുക്കൾക്കും വേണമെങ്കിൽ വന്നിട്ട് പറയാൻ കിട്ടും, നിങ്ങൾക്ക് ഒരു ദൈവമല്ല, നിങ്ങൾക്ക് രണ്ട് ദൈവം, നിങ്ങൾ ഏകദൈവ വിശ്വാസികളല്ല. അപ്പൊ ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ദൈവം ഏകനാണ് എന്ന് വിശ്വസിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് ക്രിസ്ത്യാനികളോടുള്ള കടിയും എതിർപ്പും എല്ലാം അതാണ്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. ഈ എന്തൊരു തർക്കമാണ്, നാളുകളായിട്ട് നീണ്ട തർക്കമാണ്. എന്റെ അടുത്ത് തർക്കിക്കാൻ പറ്റത്തില്ലട്ടോ. എന്റെ അടുത്ത് ഇതുവരെ ഒരു മുസ്ലിം തർക്കിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ പള്ളാശ് ഓപ്പൺ ചലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ആരെയും കാണുന്നൊന്നുമില്ല, എല്ലാം ചത്തോല കിടപ്പും. പുതച്ചുകൂടി കിടന്നു ക്രിസ്തു പ്രമാണിച്ച് നിങ്ങൾക്ക് വേണം ഓരോ പുതപ്പ്. നിങ്ങളുടെയൊക്കെ വിശ്വാസം എവിടെയാണ്? നിങ്ങളുടെ തീക്ഷ്ണത എവിടെയാണ്? നിങ്ങൾക്ക് എവിടെയാണ് ഈ പറഞ്ഞ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ദൃഢതയുള്ളത്? ക്ലബ് ഹൗസിൽ മുസ്ലിങ്ങൾ വന്നിട്ട് 4 പ്രാവശ്യം ഡിബേറ്റിന് സൈനപ്പ് ചെയ്തു. ഇപ്പൊ കൊണ്ടുവരും ആരുമില്ല. നിങ്ങളുടെ ആളുകളെല്ലാം തന്നെ ചത്തുപോയോ? അതല്ല എല്ലാം കൂടെ മക്കത്തിന് പോയോ? എവിടെ പോയി? അത് നിങ്ങൾ ഏകദൈവ വിശ്വാസികളല്ല. നിങ്ങൾ ഏകദൈവ വിശ്വാസികളല്ല. അപ്പൊ ഏകദൈവ വിശ്വാസം എന്താണെന്ന് നിർവചിക്കണം. നിങ്ങളുടെ ഏകദൈവ വിശ്വാസം, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്നുണ്ടല്ലോ. ഇവിടെ പെന്തക്കോസ്തിൽ നിന്ന് ഇസ്ലാമിലോട്ട് പോയാൽ മുഹമ്മദ് ഈസയുണ്ട്. മുഹമ്മദ് ഈസ സ്ഥിരമായിട്ട് അങ്ങ് അവരുടെ ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയായിട്ട് മുഹമ്മദ് ഈസ കാണുന്ന ആരെയാ? അനിൽ കൊടുത്തോട്ടത്തെയാണ്. എന്തൊരു കോമഡിയാണ്. എന്നിട്ടിരുന്ന് മറുപടി പറഞ്ഞിട്ട് ഞാനിവിടെ ഈ നിങ്ങളെ ഈ മുസ്ലിങ്ങളോട് മുഴുവൻ പറയാണ്, നിങ്ങൾ ഏകദൈവ വിശ്വാസികളല്ല. സുറിയാനിക്കാർ, യഥാർത്ഥ ക്രൈസ്തവർ, ഞങ്ങളാണ് ഏകദൈവ വിശ്വാസികൾ. അത് പ്രൂവ് ചെയ്യാം. നിങ്ങളല്ലേ? ഞങ്ങളുടെ വിശ്വാസമാണ് ഏകദൈവ വിശ്വാസം. ആ ഏകദൈവ വിശ്വാസത്തെ, ആ പദത്തെ നിങ്ങൾ തീരുകയാണ് അപഹരിച്ചിട്ട് നിങ്ങൾ ഏകദൈവ വിശ്വാസികളായിട്ട് നടിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ അതിന്റെ ക്രക്സ് മനസ്സിലായിട്ടില്ല. എന്താണ് ഏകദൈവ വിശ്വാസം എന്ന് പിടികിട്ടിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യാണ്? യു ആർ മേക്കിംഗ് ഫാൾസ് ക്ലെയിംസ്. നിങ്ങൾ ചുമ്മാ പറയാണ് നിങ്ങളാണ് ഏകദൈവ വിശ്വാസികൾ. നിങ്ങളല്ല ഏകദൈവ വിശ്വാസികൾ. അല്ല, നിങ്ങൾ ഏകദൈവ വിശ്വാസികളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഈ രണ്ട് സാധനമുള്ളൂ. അപ്പൊ നിങ്ങൾ ഡുവലിസ്റ്റമാണ് വിശ്വസിക്കുന്നത്, ഡുവലിസ്റ്റിക് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡുവലിസ്റ്റിക് ധാരണകളുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വരാഷ്ട്രമതം തൊട്ട് ഏറ്റവും ആദ്യത്തെ ഡുവലിസ്റ്റിക് മതമാണ് സ്വരാഷ്ട്രമതം. പേർഷ്യയിൽ ഈ സ്വരാഷ്ട്രമതത്തിന്റെ കോപ്പിയടിയാണ് ഇസ്ലാം മതം. സ്വരാഷ്ട്രമതത്തിൽ നിന്നാണ് ഇസ്ലാം മതം ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സ്വരാഷ്ട്രമതത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ജുദായിസത്തിന്റെയും ക്രിസ്ത്യാനിത്വത്തിന്റെയും ബോഡി കെട്ടി അതിന്റെ വെയിറ്റും ഒക്കെ അടിച്ച് റെഡിയാക്കി ഇറക്കുന്നതാണ് ഇസ്ലാം. അത് നമുക്ക് അത് ഓരോന്നും ഇസ്ലാമിന്റെ ഓരോ ആശയങ്ങൾ ഏതെല്ലാം മതത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എടുത്തടുക്കി വെക്കാൻ പറ്റും. പക്ഷെ അത് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഡുവലിസ്റ്റിക് റിലീജിയൻ. പൗരസ്ത്യ ക്രൈസ്തവ ദർശനം നോൺ ഡുവലിസ്റ്റിക് ആണ്. നോൺ പാശ്ചാത്യ ക്രിസ്ത്യാനിറ്റി ആൻഡ് പോപ്പുലർ ക്രിസ്ത്യാനിറ്റി ഷുവർലി ഇറ്റ് ഈസ് ഡുവലിസ്റ്റിക് റിലീജിയൻ, ജസ്റ്റ് ലൈക്ക് ഇസ്ലാം. ഇസ്ലാമിനെ പോലെ തന്നെ ഡുവലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ്. ഇപ്പൊ പെന്തക്കോസ്തുകാരുടെ വിശ്വാസവും ഡുവലിസ്റ്റിക് ആണ്. നോൺ ഡുവലിസ്റ്റിക് അല്ലെങ്കിൽ ഈ നോൺ ഡുവലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞത്, സകലവും അവൻ മുഖാന്തരം ഉളവായി. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും? സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായത് ഒന്നും
അവനെ കൂടാതെ ഉളവായില്ല. ഉളവായത് അവനെ കൂടാതെ ഉളവായില്ല. അപ്പൊ സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്, നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ഭാവനയെ കൂടെ ചിന്തിക്കുക. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ശത്രുതയുള്ളത്, നിങ്ങൾക്ക് വെറുപ്പുള്ളത്, നിങ്ങൾക്ക് ഭയമുള്ളത്, നിങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നത്, നിങ്ങൾക്ക് ഭീഷണിയായിട്ടിരിക്കുന്നു, അതെന്തുമാകാം. ഒരു വ്യക്തിയാകാം, ഒരു വസ്തുവാകാം, ഒരു പ്രതിഭാസമാകാം, ഒരു ശക്തിയാകാം, എന്തുമാകാം. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ ഉളവായത് സകലത്തിലും അവന്റെ മുദ്രയുണ്ട്. അവന്റെ ഇംപ്രിന്റ് ഇല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ സകല സൃഷ്ടിയിലും ഉള്ള ഒരു മുദ്ര നിങ്ങൾക്ക് മനസ്സിലായി. സകല സൃഷ്ടിയിലുമുള്ള ഒരു കയ്യൊപ്പ്, ഈ സൃഷ്ടിയുടെ ഓരോ അണുക്കളിലും ഉള്ള ഒരു കയ്യൊപ്പ്, ഓരോ ജീവബിന്ദുക്കളിലും തുടിക്കുന്ന ഒരു ചൈതന്യം, ഓരോ അംശത്തിലും ആ ഇംപ്രഷൻ ഉണ്ട്. അതെങ്ങനെയാ വരുന്നത്? ഇപ്പൊ നമുക്ക് ഈ മനുഷ്യന്റെ DNA കണ്ടുപിടിച്ചു 2000 കണ്ടുപിടിക്കുന്നത്. 24 കൊല്ലമായി DNA കണ്ടുപിടിക്കുന്നത് 2000 ആണല്ലോ. അപ്പോ DNA ഘടനയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, കോടാനുകോടി കോശങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ളത്. ഈ കോടാനുകോടി കോശങ്ങളിൽ ഓരോ കോശങ്ങളിലും അത് എഴുതപ്പെട്ടിരിക്കുന്നു. മനുഷ്യനിങ്ങനെ ഉണ്ടായി വന്നു. എന്നിട്ട് അവന്റെ എവിടെയെങ്കിലും നമ്മളിപ്പോ ഒരു പടം വരച്ചു. പടം വരച്ചിട്ട് ഇപ്പൊ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ആളാണ് ഈ പടം വരച്ചിരിക്കുന്നത്. ഏറ്റവും അടിയിൽ ഇങ്ങനെ സുരേഷ് കുമാർ എന്ന് എഴുതി. അല്ലാതെ പടം മൊത്തം സുരേഷ് കുമാർ എഴുതിയതിന്റെ പടം എവിടെ ഇരിക്കും? അചിന്തനീയമാണ് നമുക്ക്. പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, എല്ലാ ലേഖനത്തിലും ഇത് തന്നെ മുദ്ര. അപ്പൊ ലേഖനത്തിൽ ഉള്ളാശം പൗലോസ് എന്നുള്ളൂ. പക്ഷെ ഇവിടെ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ചതിന്റെ വസ്തുക്കളിൽ അവന്റെ ഒരു ഇംപ്രഷൻ കൊടുക്കല്ല. മനുഷ്യ ആ വസ്തുവിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ ഒരു കണമാണെങ്കിൽ ഒരു കണം, ഒരു കണികയാണെങ്കിൽ ഒരു കണിക, ഒരു ആറ്റമാണെങ്കിൽ ഒരു ആറ്റം, ഒരു കോശമാണെങ്കിൽ ഒരു കോശം, അതിന്റെ ഏറ്റവും ബേസിക്, ഏറ്റവും ഫണ്ടമെന്റൽ, ഏറ്റവും മൈന്യൂട്ട് ഘടകത്തിൽ, ഓരോ ഘടകത്തിലും ആ മുദ്രയുണ്ട്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. സകലത്തിലും അവന്റെ ചൈതന്യം മുദ്രിതമായിരിക്കുന്നു. അങ്ങനെ സകല കോശങ്ങളിലും, സകല അണുക്കളിലും, സകല തന്തുക്കളിലും മുദ്രിതമായിരിക്കുന്ന ദൈവത്തിന്റെ മുദ്രയാണ് ലോഗോസ് അല്ലെങ്കിൽ ലൈറ്റ്. അതാണ് പറഞ്ഞത്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അപ്പൊ സകലത്തിലും ഈ എന്താണ്, ഈ ചൈതന്യം സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രപഞ്ചത്തിലെ എല്ലാ അണുക്കളിലും, എല്ലാ കോണുകളിലും എന്നല്ല, എല്ലാ അണുക്കളിലും, ഓരോ ബിന്ദുക്കളിലും മുദ്രിതമായിരിക്കുന്നു. എന്താണ്? ലോജിക് ഓഫ് ഗോഡ്. ഇതാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്. അത് വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു. ആ ജീവനായ വചനമായ വെളിച്ചം എന്തായി തീർന്നു? മാംസമായി തീർന്നു മറിയത്തിന്റെ ഉദരത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇന്റർവെൻഷൻ ഓഫ് ഗോഡ് ഇൻ ദ ക്രിയേഷൻ, ദാറ്റ് ഈസ് ഇൻകാർണേഷൻ. ഇതിനേക്കാൾ മനോഹരമായിട്ട് എങ്ങനെയാണ് ഈ കാര്യം പറയുന്നത്? ആണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചത്. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. മുള്ളും പറക്കാരെയും നിറഞ്ഞ ഈ ലോകത്തിലേക്ക്, മൂർഖൻ പാമ്പുകൾ എഴഞ്ഞു നടക്കുന്ന ഈ ലോകത്തിലേക്ക്, വിഷസർപ്പങ്ങൾ ചീറ്റുന്ന ഈ ലോകത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ ഒന്നും അനുകൂലമല്ലാത്ത ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ ഒരു വിദേശത്തേക്ക് വിടാൻ, പഠിപ്പിക്കാൻ നിങ്ങൾക്ക് തീർത്തും അപരിചിതമായ, തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ അയക്കാൻ വേണ്ടി ഒരു പ്രൊപ്പോസൽ പറഞ്ഞാൽ നിങ്ങൾ തിരക്കും, എങ്ങനെയുണ്ടാ സ്ഥലം? അപ്പൊ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോ ഈ സ്ഥലം എങ്ങനെയുണ്ട്? അയോഗ്യമായ, തികച്ചും അപകടകരമായ, കത്തുന്ന തീയും കൊത്തുന്ന പാമ്പും കുത്തി മുറിവേൽപ്പിക്കുന്ന മുള്ളും കാലുകൾക്ക് ക്ഷതമേൽപ്പിക്കുന്ന പറക്കാരിയും എല്ലാമുള്ള ഒരു ഭൂമി. ആ ഭൂമിയിലേക്ക് for God so loved the world and he sent his son to this crushed land. ഈ ശപിക്കപ്പെട്ട ലോകത്തിലേക്ക്, അഭിശപ്തമായ ഭൂമിയിലേക്ക് ദൈവം തന്റെ പുത്രനെ അയച്ചു. കാരണം എന്താണ്? കാരണം there is no discrimination, no separation, no compartmentalization, no categorization. കാരണം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതുകൊണ്ടാണ് അവൻ ആ മുള്ളു തന്നെ ശിരസിലേറ്റുവാൻ, അല്ലെ, മുള്ളുകൊണ്ടുള്ള കിരീടം ഉണ്ടാക്കി ശിരസിൽ വെച്ചു, മുൾക്കിരീടം. ഉളവായതൊന്നും അവനെ കൂടാതെ. അപ്പൊ എന്തോ ആ ന്യൂ ഡുവലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് വരികയാണ്. അപ്പൊ ഒന്നിനെ എന്ത് ചെയ്യുന്നില്ല, മാറ്റി നിർത്തുന്നില്ല, മറ്റൊന്നായി കാണുന്നില്ല. അപ്പൊ ദൈവം അങ്ങനെ നിരന്തരമായ സംഘർഷത്തിൽ തന്റെ കസേര സംരക്ഷിക്കുവാൻ പരിശ്രമിക്കുകയും പരാജയപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന വിധത്തിൽ ഉള്ള അനർത്ഥങ്ങളിൽ ആടി ഉലയുന്ന ഒരു കസേരയിൽ, സിംഹാസനത്തിൽ, മതങ്ങളുടെ ദൈവം ഇരിക്കുന്ന അങ്ങനത്തെ ഒരു സിംഹാസനത്തിൽ അരക്ഷിതാവസ്ഥയിലാണ്. വലിയ കടുത്ത ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കടുത്ത ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ആടുന്ന സിംഹാസനം, ആടി ഉലയുന്ന സിംഹാസനം, അതിൽ നിന്ന് ഏത് നിമിഷവും തെറിച്ചു പോകാൻ ശ്രമിക്കുന്ന ദൈവത്തെ ഭക്തജനങ്ങൾ ഒരുമിച്ച് താങ്ങി നിർത്തുന്നു. ഇതാണ് മതം. അപ്പൊ മതങ്ങൾക്ക് എപ്പോഴും അസ്വസ്ഥതയുണ്ട്. അവിടെ എപ്പോഴും കാര്യപരിപാടികളാണ്. കാരണം ദൈവ സംരക്ഷണ സമിതിയാണ്. ദൈവത്തെ സംരക്ഷിക്കണം, ദൈവത്തെ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം ഇവർ ഊതിയില്ലെങ്കിൽ ദൈവം പോകും. അതുകൊണ്ട് ഇവർ എപ്പോഴും താങ്ങി നിർത്തിക്കൊണ്ടിരിക്കണം. ഇതാണ് മതത്തിന്റെ ഒരു പ്രൊപ്പഗണ്ട. അതാണ് ദൈവം ഇങ്ങനെ വലിയ കുഴപ്പത്തിലാണ്. നമ്മുടെ ദൈവം കുഴപ്പത്തിലാണ്. പക്ഷെ സത്യവിശ്വാസികൾക്ക് അങ്ങനത്തെ ഉത്കണ്ഠയൊന്നുമില്ല.
ദൈവം കുഴപ്പത്തിലൊന്നുമല്ല. ദൈവത്തിന്റെ സ്വർഗവും ദൈവത്തിന്റെ ഭൂമിയുമാണ് മുഴുവൻ ദൈവത്തിന്റെയാണ്. ദൈവം സോവറിനാണ്, പരമാധികാരിയാണ്. ദൈവത്തിൽ നിന്നാണ് സകലതും. സകലതും അവൻ മുഖാന്തരമാണ് ഉളവായിട്ടുള്ളത്. അപ്പൊ സകലതും അവൻ മുഖാന്തരം ഉളവായി എന്നുള്ളതാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്ന വിഷയം. എന്നിട്ട് നമ്മള് പൗലോസ് ശ്ലീഹ പറയുന്നത് എന്താണെന്നറിയാമോ? പൗലോസ് ശ്ലീഹ അതേ പറ്റി പറയുന്നത്, യോഹന്നാൻ ശ്ലീഹ പറഞ്ഞാണ് നമ്മളിപ്പോ കേട്ടത്. പൗലോസ് ശ്ലീഹ പറയാണ്, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ. അവൻ എന്നേക്കും മഹത്വം. അപ്പൊ ഫോർ ഹിം ആൻഡ് ത്രൂ ഹിം ആൻഡ് ടുവേഴ്സ് ഹിം ആർ ഓൾ തിങ്സ്. അപ്പൊ ഓൾ തിങ്സ് ആർ ഫ്രം ഹിം, ത്രൂ ഹിം ആൻഡ് ടുവേഴ്സ് ഹിം. സകലതും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും. ഇത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടാണ് കേട്ടോ. യോഹന്നാൻ ശ്ലീഹ എഴുതിയതിനേക്കാൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ ഓൾ തിങ്സ് വെയർ മെയ്ഡ് ബൈ ഹിം. അത് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ പൗലോസ് ശ്ലീഹ പറയാണ് ഓൾ തിങ്സ് ആർ ഫ്രം ഹിം. സകലതും അവനിൽ നിന്നാണ്. സകലതും അവനിൽ നിന്നാണ്. അത് നമുക്ക് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാം. അവനിൽ നിന്നായിരുന്നു, പക്ഷെ പിന്നെ എല്ലാം പഴിച്ചു പോയി, നശിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. ഓഹോ, അത് കുഴപ്പത്തിലായി. പൗലോസ് ശ്ലീഹ പറയാണ് ഓൾ തിങ്സ് ആർ ഫ്രം ഹിം. സകലതും അവനിൽ നിന്നാണ്. ഓൾ തിങ്സ് ആർ ടുവേഴ്സ് ഹിം. സകലതും അവങ്കലേക്കാണ് പോകുന്നത്. അയ്യോ, അപ്പൊ സകലതും അവനിൽ നിന്ന് വന്നു, സകലതും അവനിലേക്ക്. ഓക്കെ, നമുക്ക് ഒപ്പിക്കാം. അപ്പൊ സകലതും അവനിൽ നിന്ന് വന്നു, സകലതും അവനിലേക്ക് ഭാവിയില് ദൈവത്തിലേക്ക് പോകും. പക്ഷെ ഇപ്പോഴോ, വർത്തമാനകാലത്തിൽ പൗലോസ് ശ്ലീഹ വിടുന്നില്ല. പൗലോസ് ശ്ലീഹ പറയാണ് ഇപ്പോൾ സകലതും അവനാലാകുന്നു. അയ്യോ, അത് ശരി. ഇത് നോക്കിക്കേ, സകലതും അവനിൽ നിന്നും. ഓൾ തിങ്സ് ആർ ഫ്രം ഹിം ആൻഡ് ടുവേഴ്സ് ഹിം. പക്ഷെ ഇപ്പോഴോ ഓൾ തിങ്സ് ആർ ഫ്രം ഹിം, ത്രൂ ഹിം ആൻഡ് ടുവേഴ്സ് ഹിം. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും. അപ്പൊ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഓൾ തിങ്സ് ആർ ഫ്രം ഹിം, ടുവേഴ്സ് ഹിം. അപ്പൊ ഫ്രം ഹിം, ത്രൂ ഹിം, ടുവേഴ്സ് ഹിം. അവനിൽ നിന്ന് അവനാല് അവങ്കലേക്ക്. അടിപൊളി, വാ പോകാം. പിന്നെന്താ പരിപാടി? നമുക്ക് ഇവരെയൊക്കെ രക്ഷിക്കപ്പെടുത്തുണ്ടായോ? പിന്നെ നമുക്ക് ഇവരെല്ലാം കുളിപ്പിച്ച് കിടത്തണ്ടേ? പിന്നെ വേണം. അപ്പൊ ഇതാണ് ഈ ടിനു ജോർജിനെ പോലെയൊക്കെയുള്ള കള്ളന്മാര്, കാട്ടുകള്ളന്മാര് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലായോ? രക്ഷിക്കപ്പെടുത്തി, ഗുണമരത്തി, ശരിപ്പെടുത്തി. ഓൾ തിങ്സ് ആർ ഫ്രം ഹിം. ഓൾ തിങ്സ്. ഓൾ തിങ്സ് എന്ന് പറഞ്ഞാൽ ഓൾ തിങ്സ് ഇതാ പറഞ്ഞത്. നിങ്ങൾക്ക് ദൈവവചനത്തിൽ വിശ്വാസമില്ല. ഓൾ തിങ്സ് എന്ന് പറഞ്ഞാൽ ഓൾ തിങ്സ് അല്ല, മോസ്റ്റ് തിങ്സ് എന്നാ. എല്ലാവരും പറഞ്ഞു മെനി തിങ്സ് എന്നാ. നോ, several things. No, few things. So few things are from him, few things are through him, and few things are towards him. No. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെന്തക്കോസ്തുകാർ വേദപുസ്തകം വിശ്വസിക്കുന്നവരല്ല, ബൈബിൾ വിശ്വസിക്കുന്നവരല്ല, പൗലോസ് ശ്ലീഹ വിശ്വസിക്കുന്നവരല്ല. ഇവരിതൊന്നും വിശ്വസിക്കുന്നില്ല. ഇവര് ഞങ്ങളാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത്. All things are from him, through him, and towards him. There is only one God. ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ അവതരിച്ചു. Oh, come let us adore him, King of the angels born. Oh, let us adore him. Let us kneel down before him. Oh, come, let us adore him. ഇതാണ് നമ്മള് ദൈവം അവനെ അഡോർ ചെയ്യാൻ. അഡോറേഷൻ, വാത്സല്യത്തോടെ താലോലിക്കുവാൻ. നിങ്ങൾക്കറിയാം, അതേ യേശു ഭൂജാതനായപ്പോ യേശുവിന്റെ മുമ്പിൽ ചെന്നിട്ട് ഈ ജ്ഞാനികളായവർ മുട്ടുകുത്തി. ആട്ടിടയന്മാർ ചെന്ന് അവനെ കണ്ടു മുട്ടുകുത്തി. എല്ലാവരും എന്ത് മുട്ടുകുത്തുന്നേ? ഈ നവജാത ശിശുവിനെ കാണുവാൻ, അടുത്ത് കാണുവാൻ. To watch closely. വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, അത്ഭുതാദരങ്ങളോടെ അടുത്ത് കാണാൻ. അപ്പൊ നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അടുത്ത് എന്ന് നോക്കും. ആദരവ് തോന്നുമ്പോൾ അടുത്ത് എന്ന് നോക്കും. സ്നേഹം കൂടുമ്പോൾ നമ്മൾ അടുത്ത് എന്ന് നോക്കും. ഭയമുള്ള സാധനം നമ്മൾ അകലെ നിന്ന് നോക്കും. അറപ്പുള്ള സാധനം നമ്മൾ അകലെ നിന്ന് നോക്കും. ഒരു താല്പര്യമില്ലാത്ത സാധനം നമ്മൾ അകലെ നിന്ന് നോക്കും. അത്ഭുതമാണ് ഇത്, സ്നേഹമാണ്, എംബോഡിമെന്റ് ഓഫ് ലവ്. ഇത് വിസ്മയമാണ്. ആദത്തെ സൃഷ്ടിച്ചിട്ട് നമ്മളങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിലെ നരേഷന് വായിക്കുമ്പോ, നമ്മള് മലയാളത്തിൽ വായിക്കുമ്പോ ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് തുറക്കും, ദൈവം മോളുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നു. നോ. അവിടെ നമ്മൾ ഹീബ്രുവിൽ അത് വായിക്കുമ്പോ ബറാക്ക് മോർ എന്നുള്ള പറയത്തില്ലേ? സത്യത്തിൽ നമ്മൾ അതിനെ പറ്റി പഠിക്കുമ്പോ ദൈവം ആദത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി. ബ്ലസ് വാട്ട് എന്താ അങ്ങനെ പറയുന്നത്? ബ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദം എന്ന ആ അത്ഭുത സൃഷ്ടിയെ നോക്കി ദൈവം അഭിമാനത്തോടെ, ആദരവോടെ, വിസ്മയത്തോടെ നോക്കിയെന്നാ പറയുന്നത്. അതാണ് ഗോഡ് പ്ലസ് ആദം. അല്ലെങ്കിൽ ദൈവം ആദമിനെ അനുഗ്രഹിച്ചു എന്ന് നമ്മൾ ഈ വായിക്കുന്നത്. സത്യത്തിൽ ദൈവം ആദമിനെ അനുഗ്രഹിച്ചു. എന്താണ് നോക്ക്, 103 സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് തന്നെ എഴുതിയിരിക്കുന്നത് ബ്ലസ് ദ ലോർഡ് ഓ മൈ സോൾ. നമ്മൾ കാണുന്നത് ദൈവം നമ്മളെ ബ്ലസ് ചെയ്തെന്നോ? അയ്യോ ദൈവമെ ബ്ലസ് ചെയ്യണേ. ഇവിടെ പറയാണ് കർത്താവിനെ ബ്ലസ് ചെയ്യുവീൻ. ബ്ലസ് ദ ലോർഡ്. അതെങ്ങനെ നോക്കുന്നേ? ബ്ലസ് ദ ലോർഡ്. ഇതാ പറഞ്ഞേ. അപ്പൊ ലോർഡ് പ്ലസ് ആദം. അപ്പം എന്താണ്? റെസിപ്രോസിറ്റി ആണ്. ഇങ്ങോട്ട് പ്ലസ് ചെയ്തെന്നാ പറയുന്നത്. കൊല്ലം മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ
ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ അല്ലെ അഡോർ ചെയ്യുവാൻ സങ്കീർത്തനക്കാരൻ നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോ എങ്ങനെ നമ്മൾ ദൈവത്തെ അഡോർ ചെയ്യണമോ, ദൈവത്തെ പുകഴ്ത്തണമോ, ദൈവത്തെ വാഴ്ത്തണമോ എന്നാണ് ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നത്. അതേ ഇന്റൻസിറ്റിയിൽ, അതേ മെഷറിൽ ദൈവം ആദമിനെ ബ്ലസ് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗോഡ് knelt down before that creation. അതാണിപ്പോ ബെത്ലഹേമിൽ യേശുവിന്റെ മുമ്പിൽ അവര് come let us adore. നിങ്ങൾ മനസ്സിലായില്ലേ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ നോൺ ഡുവലിസം നമ്മൾ മനസ്സിലാക്കും. ഞാൻ നിന്നിലും നീ എന്നിലുമാണെന്ന് ഈ കൊരങ്ങന്മാർക്ക് എന്ന് മനസ്സിലാവും. കാരണം ഇവർക്ക് പിടികിട്ടുന്നില്ല. ഞാൻ അവിടെ പറയുന്നത് പിതാവേ ഞാൻ നിന്നിലും നീ എന്നിലും ആണ് എന്ന് ഇവർ അറിയേണ്ടതിന്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതുമ്പോ, ഇപ്പൊ നമ്മൾ റോമാലേഖനം വായിച്ചുകൊണ്ടിരുന്നോ, അവിടെ എഴുതുമ്പോ അദ്ദേഹം പറഞ്ഞ അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. For I bear them record that they have a seal of God, but not according to knowledge. പൗലോസ് ശ്ലീഹ യഹൂദന്മാരെ പറ്റി പറയാണ്, അവർക്ക് ഒരു എരിവൊക്കെ ഉണ്ട് ദൈവത്തെ പറ്റി. That is not according to the knowledge. അപ്പൊ പരിജ്ഞാനമില്ലാത്ത എരിവ്, അതാണ് ഇന്ന് നമ്മൾ പലയിടത്തും കാണുന്നത്, പലരിലും കാണുന്നത്. പരിജ്ഞാനമില്ലാത്ത എരിവ്. പരിജ്ഞാനമില്ലാത്ത എരിവ് ദോഷമാണ്. പരിജ്ഞാനമില്ലാത്ത എരിവാണ് പലപ്പോഴും പല മതത്തിലും ഉള്ളത്. അന്നത്തെ ഏറ്റവും വലിയ മതമാണ് യഹൂദ മതം. യഹൂദ മതത്തെ പറ്റി യഹൂദ മതത്തിൽ തന്നെ ഉണ്ടായിരുന്ന പൗലോസ് ശ്ലീഹ പറയാണ്, അവർക്ക് ദൈവത്തെ സംബന്ധിച്ച് എന്തുണ്ട്? എരിവുണ്ട്, എരിവ് പുളിയൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, കാശിന് വിവരമില്ല. അപ്പൊ യഹൂദൻ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ യഹൂദൻ അറിഞ്ഞതൊന്നും ദൈവമായിരുന്നില്ല. ഞാൻ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ദൈവമാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അവനെ അറിയില്ല. നിങ്ങൾ ഒരിക്കലും അവന്റെ സ്വരം കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. പൗലോസ് ശ്ലീഹ പറയാണ്, അവർക്ക് എരിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്തില്ലായിരുന്നു? പരിജ്ഞാനമില്ലായിരുന്നു. ശലോമോൻ പറഞ്ഞ എന്നാണെന്നറിയോ? പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല, തത്രപ്പെട്ട് കാൽ വെക്കുന്നവനോ പിഴച്ചു പോകുന്നു. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് ദ സോൾ ബി വിത്തൗട്ട് നോളജ്. അറിവുണ്ടായിരിക്കും. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അതെങ്ങനെയാണ്? പിതാവേ ഞാൻ നിന്നിലും നീ എന്നിലും എന്ന് ഇവർ അറിയേണ്ടതിന്. പിതാവേ ഞാൻ നിന്നിലും നീ എന്നിലും ആയിരിക്കുന്നത് പോലെ ഇവരും നമ്മിലായി തീരുവാൻ. ഇതാ പറഞ്ഞത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. എങ്ങനെ അറിയുന്നത്? എങ്ങനെ അറിയുന്നേ? അതാ പറഞ്ഞു, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്നത് പോലെ ഇവർ നമ്മിലും. അപ്പൊ പിതാവ്, യേശു കർത്താവ് പറയാണ്, പിതാവേ ഞാൻ നിന്നിലായിരിക്കുന്ന പോലെയും നീ എന്നിലായിരിക്കുന്നത് പോലെയും ഇവർ നമ്മിലാകണം. അപ്പൊ യേശു പിതാവിലായിരിക്കുന്നത് പോലെയും പിതാവ് യേശുവിലായിരിക്കുന്നത് പോലെയും ആ റിലേഷൻഷിപ്പിൽ എപ്പോൾ ഒരാൾ ഉൾപ്പെടുന്നുവോ അപ്പോൾ മാത്രമേ ആ വ്യക്തി എൻലൈറ്റൻ സോൾ ആവുകയുള്ളൂ. ആണ് ക്രിസ്ത്യൻ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അവിടെയാണ് ക്രിസ്ത്യാനിറ്റി. അല്ലാതെ നീ ഇവിടെ എന്ന് വെച്ചാൽ അയ്യോ അത് തരണേ ഇത് തരണേ, അത് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി, പരിഭവവും പരാതി അതിന്റെ എല്ലാ വിഴുപ്പ് പാണ്ഡങ്ങളും അഴിച്ചു വെച്ച് ഇവിടെ മോങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അപ്പൊ സകല ജീവബിന്ദുക്കളിലും സകല അണുക്കളിലും സകല ബലതന്ത്ര നിയമങ്ങളിലും എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ദൈവത്തിന്റെ മുദ്രയെ തിരിച്ചറിയുക. അത് ലോകത്തിലുണ്ടായിരുന്നു, അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചത്തിലാണ് മനുഷ്യർക്ക് ജീവനുള്ളത്. ഈ വെളിച്ചത്തെ തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്കും ജീവനില്ല. അവനെ പറ്റി പറയാണ്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് എന്ന് വരികിലും നീ മരിച്ചവനാകുന്നു. യു ആർ ഡെഡ് ടു നോ ദിസ് ലൈറ്റ് ആൻഡ് ദിസ് വേർഡ്, ദിസ് ലോഗോസ്, ദിസ് ലോജിക് ഓഫ് ഗോഡ്. ദിസ് ഈസ് എ സീസൺ ഓഫ് ഇൻകാർണേഷൻ. ഇതാണ് ഈ ഇൻകാർണേഷന്റെ പ്രത്യേകത. ആ ഇൻകാർണേഷനെ അറിയുക, ഈ കർത്താവിനെ അറിയുക. ജ്ഞാനികളാണ് ആ ശിശുവിനെ അന്വേഷിച്ചു വന്നത്. മൂടന്മാരൊക്കെ പോത്തുപോലെ കിടന്ന് ഉറങ്ങി. സോ മേ ഗോഡ് ബ്ലെസ് യു. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.